നമുക്കിനി പഠിക്കാനുള്ളത് മൈക്രോസോഫ്റ്റ് എക്സൽ ആണ്. ഇപ്പോൾ വേർഡ് ഏകദേശം കംപ്ലീറ്റ് ആയില്ലേ. പിന്നെ ഞാൻ ഇന്നൊരു ഇൻട്രൊഡക്ഷൻ പോലെ നമുക്ക് മൈക്രോസോഫ്റ്റ് എക്സൽ പറയാം. ഇത് ഞാൻ വിൻഡോസ് ബേസ് ചെയ്തിട്ട് പറയുന്നു, തിയറി നോട്ട്സ് വെച്ചിട്ട് പിന്നെ നോട്ട്സ് ഇടാം. അപ്പം നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് മൈക്രോസോഫ്റ്റ് എക്സൽ. അപ്പൊ ഈ മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറഞ്ഞാൽ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് അറിയാം. ഇതാണ് മൈക്രോസോഫ്റ്റ് എക്സലിന്റെ വിൻഡോ. ചെയ്യുന്നവർക്ക് അറിയായിരിക്കും. മൈക്രോസോഫ്റ്റ് എക്സൽ യൂസ് ചെയ്യുന്നത് നമ്മളെ കാൽക്കുലേഷൻ അങ്ങനെയുള്ള ഫംഗ്ഷൻ കാൽക്കുലേഷൻ എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അക്കൗണ്ടിങ്ങിനും പേറോൾ പ്രിപ്പറേഷൻ അങ്ങനെയുള്ള സാധനത്തിനാണ് എന്ത് യൂസ് ചെയ്യുന്നത്, MS എക്സൽ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ MS എക്സല് നമ്മള് വേർഡിൽ കാൽക്കുലേഷൻ ഇപ്പൊ ടേബിൾ വെച്ചിട്ട് ചെറിയ കാൽക്കുലേഷൻ എല്ലാം ചെയ്യാം. ചെറിയ കാൽക്കുലേഷൻ നമുക്ക് വേണമെങ്കിൽ വേർഡ് വെച്ചിട്ട് ചെയ്യാം. പക്ഷെ എക്സലിന്റെ ഉപയോഗം എന്ന് വെച്ചാൽ ഇപ്പൊ എന്തിനാ യൂസ് ചെയ്യുന്നത്, ബേസിക് ഫീച്ചേഴ്സ് ഓഫ് സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം എന്താണ്, ഗ്രിഡ്, റോസ്, കോളംസ്, ഈ സംഭവങ്ങളെല്ലാം ഉണ്ട്. ബേസിക് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇതില് അറേഞ്ച് ചെയ്തിരിക്കുന്നത് റോസും കോളംസും ആയിട്ടാണ്. എക്സൽ ഷീറ്റിന്റെ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സലില് ഡാറ്റ അറേഞ്ച് ചെയ്തിരിക്കുന്നത് റോസ് ആൻഡ് കോളംസ്. അപ്പൊ കോളം ഇപ്പൊ എ എന്ന് പറയുന്ന കോളം, ബി എന്ന് പറയുന്ന കോളം, സി, ഇങ്ങനെ കോളംസും ഇതിനെ നമ്മൾ കോളംസ് എന്ന് പറയും അല്ലെ. ഇങ്ങനെ കാണുന്നതിന് നമ്മൾ എന്ത് പറയും, റോസ് എന്ന് പറയും. അപ്പൊ എക്സലില് ഡാറ്റ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, റോസും കോളംസും ആയിട്ടാണ്. അപ്പൊ ഇതിനെ റോ എന്ന് പറയും അല്ലെ. ഒന്നാമത്തെ റോ, രണ്ടാമത്തെ റോ, അങ്ങനെ. ഇതിനെ നമ്മൾ കോളം എന്ന് പറയും. കോളം എങ്ങനെയാണ് ലേബൽ ചെയ്തിരിക്കുന്നത്, ABCD എന്ന് പറഞ്ഞിട്ട് കോളം അഡ്രസ്സും, റോ 1 2 3 എന്ന് പറയുന്ന കോളം. അപ്പൊ ഒരു സെല്ല് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ചിലപ്പോൾ വൺ വേർഡ് ചോദിക്കുക. വാട്ട് ഈസ് എ സെൽ ഇൻ MS എക്സൽ? ഇന്റർസെക്ഷൻ ഓഫ് എ റോ ആൻഡ് കോളം ഈസ് കോൾഡ് എ ഇന്റർസെക്ഷൻ ഓഫ് റോ ആൻഡ് കോളം ഈസ് കോൾഡ് എ സെൽ. ഒരു ഇന്റർസെക്ഷൻ ഓഫ് റോ ആൻഡ് കോളം എന്താണ്, സെൽ. സെൽ ഈസ് ആൻ ഇന്റർസെക്ഷൻ ഓഫ് റോ ആൻഡ് കോളം. അതിനെയാണ് നമ്മളൊരു സെല്ല് എന്ന് പറയാം. വാട്ട് ഈസ് എ സെൽ എന്നെല്ലാം ചോദിക്കാം. സെൽ എന്താണ്, ഇന്റർസെക്ഷൻ ഓഫ് എ റോ ആൻഡ് കോളം ഈസ് കോൾഡ് എ സെൽ ഇൻ MS എക്സൽ. അപ്പം ഈ സെല്ലിന്റെ ഇത് കണ്ട ഇവിടെ, ഇതിനെ നമ്മൾ നെയിം ബോക്സ് എന്ന് പറയും. ഇവിടെ കാണുന്ന ബോക്സിനെ നെയിം ബോക്സ് എന്ന് പറയും. അപ്പൊ ഈ സെല്ലിന്റെ നെയിം ആണ് ഇവിടെ വരുന്നത് അല്ലെ. A1 എന്ന് പറയുമ്പോൾ എയും ഒന്നാമത്തെ റോ. ഈ ബി ക്ലിക്ക് ചെയ്താൽ B1 എന്ന് പറയുന്ന കോളം ഫസ്റ്റ് റോ. അപ്പം ആദ്യം കോളം അഡ്രസ്സും പിന്നെ റോ അഡ്രസ്സും ആയിരിക്കും. അപ്പൊ ഓരോ സെല്ലിന് നമ്മളിപ്പോ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഏതായിരിക്കും അഡ്രസ്സ് വരിക, G എന്ന് പറയുന്ന ഈ ഒരു സെല്ല് മാത്രമേ, G എന്ന് പറയുന്ന കോളും 16ാമത്തെ റോ, അതാണ് ഈ G16 എന്ന് പറയുന്നത്. അപ്പൊ ഈ സെല്ലിന്റെ അഡ്രസ് ആണ് നമ്മളിവിടെ അതിന്റെ നെയിം ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, ഇതാ ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ നെയിം ആയിരിക്കും നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് നെയിം ബോക്സിൽ. ഇതിന്റെ ആണെങ്കിൽ നെയിം ബോക്സിൽ അതിന്റെ നെയിം ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുക. അപ്പൊ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ കോളം ഉണ്ട്, റോസ് ഉണ്ട്. ഇന്റർസെക്ഷൻ ഓഫ് എ റോ ആൻഡ് കോളം ഇൻ എൻ MS എക്സൽ ഈസ് കോൾഡ് എ സെൽ. ദി സെൽ ഈസ് നെയിമിംഗ് ആസ് ഫസ്റ്റ് റോ കോളം അഡ്രസ് ആൻഡ് ദെൻ റോ അഡ്രസ്. അപ്പൊ ഇവിടെ ഒരു നെയിം ബോക്സ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇതിനെ ഫോർമുല ബാർ എന്ന് പറയും. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന വാല്യൂസ് എല്ലാം ഡിസ്പ്ലേ ചെയ്യുന്നത് എവിടെയാണ്, ഈ ഫോർമുല ബാറിലാണ് അല്ലെ. ഇതിനെ ഫോർമുല ബാർ എന്ന് പറയും, ഇതിനെ നെയിം ബോക്സ് എന്ന് പറയും. ഇപ്പൊ നമ്മൾ ഇതിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്ന സംഭവമല്ല ഇവിടെ വരുന്നത്, ഈ ഫോർമുല. അപ്പൊ മോഡിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് അടിച്ചാലും മതി അല്ലെ, ബാക്ക് സ്പേസ് അടിച്ചാലും മതി. ഇതിനെ ഒരു സെൽ ഫോർമുല ബാർ എന്ന് പറയും. ബാക്കി നമുക്ക് വരുന്ന മെനൂസ് ഇല്ലേ, ഇതെല്ലാം വേർഡിൽ നമ്മൾ പറഞ്ഞ ഇതിനെ ടൈറ്റിൽ ബാർ എന്ന് പറയും അല്ലേ. ഇതിനെ ടൈറ്റിൽ ബാറിൽ MS എക്സൽ എങ്ങനെയാ ഉണ്ടാവുക, ബുക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടാവുക. മൈക്രോസോഫ്റ്റ് വേർഡ് ആണെങ്കിൽ എന്താ ഉണ്ടാവുക, ഡോക്യുമെന്റ്. ഇതിനെ സേവ് ചെയ്യുമ്പോൾ ഫയലിന്റെ പേര് ഇവിടെ വരിക. ഇതിലെന്താണ്, ഇതിന്റെ ടൈറ്റിൽ ബാറിൽ എന്താ ഉണ്ടാവുക, ഇതിന്റെ ടൈറ്റിൽ ബുക്ക് എന്നാ പറഞ്ഞിട്ട്. അപ്പൊ എക്സൽ ഒരു ബുക്ക് ആയിട്ടാണ് ഉണ്ടാവുക. പിന്നെ അതിൽ കൺട്രോൾ ബട്ടൺസ്, മിനിമൈസ്, റീസ്റ്റോർ, ക്ലോസ് ബട്ടൺസ്. ഇപ്പൊ ഫയൽ മെനു എല്ലാം സെയിം ആസ് വേർഡ് അല്ലെ. ഒരു പുതിയ ഫയൽ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഫയല് ന്യൂ എടുക്കുക,
create, same as MS Word. File menu, open, save, save as, same as that of MS Word. ഇനി ഹോം മെനുവിലെ ഈ ടൂൾസ് എല്ലാം സെയിം ആസ് ദാറ്റ് ഓഫ് MS Word ആണല്ലേ. കട്ട്, കോപ്പി, ഫോർമാറ്റ് പെയിന്റർ. പിന്നെ ഇത് അതിൽ കുറച്ച് എക്സ്ട്രാ വരുന്നത് മാത്രം പറയാം. ബോൾഡ്, ഇറ്റാലിക്സ്, അണ്ടർലൈന്, ബോർഡർ, സൈസ്, ഫില്ല്, സ്ട്രിംഗ് ഫോണ്ട്, ഗ്രോ ഫോണ്ട്. പിന്നെ അതിലുള്ള പോലെ ഈ സ്ക്വയർ മറ്റേ എക്സ് സ്ക്വയർ അങ്ങനെയുള്ള സാധനങ്ങൾ ഇതിലില്ല അല്ലെ ഫോണ്ടില്. ഈ ഫോണ്ട് മെനുവിൽ എന്തെല്ലാം വരുന്നത്? ഫോണ്ട് ടൈപ്പ് വരുന്നുണ്ട്, ഫോണ്ട് സൈസ് വരുന്നുണ്ട്, ഗ്രോ ഫോണ്ട് ഉണ്ട്, ഇൻക്രീസ് ഫോണ്ട് ഉണ്ട്, ഡിക്രീസ് ഫോണ്ട് ഉണ്ട്, ബോൾഡ് ഉണ്ട്, ഇറ്റാലിക്സ് ഉണ്ട്, അണ്ടർലൈൻ, പിന്നെ ഇത് പിന്നെ ബോർഡർ, പിന്നെ ഫില്ല് ചെയ്യുന്ന സംഭവം, കളറ്, ഇത്രയും ഓപ്ഷൻസാണ് വരുന്നത്. പിന്നെ ഇതെല്ലാം അലൈൻമെന്റ് ടൂൾസ്. പിന്നെ ഈ റാപ്പ് ടെക്സ്റ്റും മെർജസ് എല്ലാം കുറച്ച് വ്യത്യാസം. ഈ നമ്പർ, അതായത് ക്ലിപ്പ് ബോർഡ്, ഫോണ്ട്, അലൈൻമെന്റ്, പിന്നെ നമ്പർ. ഈ ബോർഡ് എന്തില്ല, ഈ നമ്പർ ഫോർമാറ്റിംഗ് ഓപ്ഷൻ MS Wordൽ ഇല്ല അല്ലെ. സ്റ്റൈൽ ഈ ടൈപ്പിലല്ല സ്റ്റൈൽസ് ഉള്ളത്. അതിൽ സ്റ്റൈൽ ടാഗ് ഉണ്ട്, ഇതിൽ വേറെ ഒരു കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എല്ലാം വെച്ചിട്ട്. പിന്നെ സെല്ലിന്റെ കുറെ ഫോർമാറ്റിംഗ് സ്റ്റെപ്സ് ഉണ്ട്, സെൽസ് എന്ന് പറഞ്ഞ്. പിന്നെ എഡിറ്റിംഗ്. ഇത്രയാണ് ഹോം മെനുവിൽ ഉള്ളത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് സിമ്പിൾ ആയിട്ട് ഒരു ഡാറ്റ എൻട്രി അതിന്റെ ഫോർമാറ്റ് എല്ലാം പറയാം. ഇപ്പം എക്സെല് പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സൽ ഒരു വർക്ക് ബുക്ക് ആയിട്ടാണ് ഉണ്ടാവുക. ആ വർക്ക് ബുക്കിൽ ഡീഫോൾട്ട് ആയിട്ട് 3 ഷീറ്റാണ് ഉണ്ടാവുക. അതാണ്ട ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3. ഡീഫോൾട്ട് ആയിട്ട് എത്ര ഷീറ്റ് ഒരു എക്സൽ വർക്ക് ബുക്ക്? ഇതെല്ലാം വൺ വേർഡ് ചോദിക്കാം. എക്സല് ഡീഫോൾട്ട് ആയിട്ട് എത്ര വർക്ക് ഷീറ്റ് ഉണ്ടാവും? ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3. ഡീഫോൾട്ട് ആയിട്ട് 3 വർക്ക് ഷീറ്റ്സ് ആർ ഇൻ MS Excel. ഡീഫോൾട്ട് 1, 2, 3 വർക്ക് ഷീറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഈ വർക്ക് ഷീറ്റിന് എന്തെല്ലാം ചെയ്യാന്നുള്ളത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇൻസേർട്ട് എന്ന് പറഞ്ഞാൽ പുതിയ വർക്ക് ഷീറ്റ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ഇൻസേർട്ട് വർക്ക് ഷീറ്റ്. ഓക്കെ, അപ്പൊ നമുക്കൊരു തേർഡ് വർക്ക് ഷീറ്റും കൂടി, അപ്പൊ ഫോർത്ത് വർക്ക് ഷീറ്റും കൂടി ഇൻസേർട്ട് ചെയ്ത് വന്നു. ഇനി ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഫോർത്ത് വേണ്ടെങ്കിൽ ഡിലീറ്റ്. ഷീറ്റിൽ എന്തെല്ലാം ഇൻസേർട്ട് ഷീറ്റ് ഉണ്ട്, ഡിലീറ്റ് ഷീറ്റ്. നമുക്ക് ഇൻസേർട്ട് ചെയ്തത് ഡിലീറ്റ് ചെയ്യാം. പിന്നെ റീനെയിം, നമുക്ക് ഷീറ്റിനെ റീനെയിം ചെയ്തിട്ട് എന്ത് ചെയ്യണം? മാർക്ക് ഷീറ്റ് നോക്കണം. ആ ഷീറ്റിന് ഒരു പേര് കൊടുക്കണമെങ്കിൽ മാർക്ക് ഷീറ്റ്. ഇപ്പൊ റിപ്പോർട്ട്സ് എല്ലാം ഒരു ജനുവരിയിലെ റിപ്പോർട്ട്, ഫെബ്രുവരിയിലെ റിപ്പോർട്ട് കൊണ്ട് സെപ്പറേറ്റ് നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം ഓരോ ഷീറ്റിൽ. ഓക്കെ, തൽക്കാലം ഞാൻ ഈ ഷീറ്റിന് റീനെയിം ചെയ്ത് മൂവ് ഓർ കോപ്പി ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഇതിലെ കണ്ടന്റ് വേറൊരു ഇതിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ മൂവ് ഓർ കോപ്പി. ഇപ്പൊ ഷീറ്റ് 2ലേക്ക്, അപ്പൊ അതിലുള്ള കണ്ടന്റ് ക്രിയേറ്റ് കോപ്പി, ഒരു കോപ്പി എടുത്ത് അതിന്റെ തന്നെ ഒരു ഷീറ്റും കൂടെ ക്രിയേറ്റ് ചെയ്തതാണ് മൂവ് ഓർ കോപ്പി ഷീറ്റ്. ഡാറ്റ ഉണ്ടെങ്കിൽ ശരിക്കും മനസ്സിലാവും. പ്രൊട്ടക്ട് ഷീറ്റ് പറയാം. വ്യൂ കോഡെല്ലാം VBന്റെ പ്രൊട്ടക്ട് ഷീറ്റ് നമ്മൾ പ്രൊട്ടക്ഷൻ എടുക്കുമ്പോൾ പറയാം. ടാബ് കളർ പ്രൊട്ടക്ട് ഷീറ്റ് വേണം പറയാം. അതിങ്ങനെ പാസ്വേഡ് വെച്ച് പ്രൊട്ടക്ട് ചെയ്യാം. നമുക്ക് അതിലൊന്നും എൻട്രി ഒന്നും ചെയ്യാൻ ഇത്തത്തെ രീതിയിൽ അത് നമുക്ക് പറയാനുണ്ട് വേറെ തന്നെ, അന്നേരം പറയാം. റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ടാബ് കളർ എന്ന് പറഞ്ഞാൽ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കളർ വരാം. ഇതണ്ട, പിന്നെ ഒരു ടാബ് കളർ എടുത്താൽ വേറൊരു കളർ. ടാബിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറെ വേറെ കളർ വേണമെങ്കിൽ ടാബ് കളർ, അതാണ് ടാബ് കളർ. ഇതിന് വേറെ കളർ കൊടുക്കണമെങ്കിൽ ഇങ്ങനെ, ഇതാണ് ടാബ് കളർ. അപ്പൊ ഷീറ്റിന്റെ എന്തെല്ലാം വന്നു? റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻസേർട്ട്, ഡിലീറ്റ്, റീനെയിം, മൂവ് ഓർ കോപ്പി. വ്യൂ കോഡെല്ലാം അതിന്റെ VB കോഡാ വരിക. ഹൈഡ് ചെയ്യണമെങ്കിൽ ഹൈഡ് ചെയ്യാം. അപ്പൊ ആ ഷീറ്റ് ഹൈഡായി. അത് അൺഹൈഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അൺഹൈഡ് കൊടുക്കണം ആ ഷീറ്റ്. ഓക്കെ, അപ്പൊ ഇത്രയും ഓപ്ഷനാണ് ഷീറ്റ് ഓപ്ഷൻസ്. ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് വരുന്നത് അല്ലെ. ഷീറ്റ് ഇത് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കാര്യങ്ങളെ വേണ്ടു. അതപ്പോ ഈ ഒരു ഓപ്ഷൻ പറഞ്ഞു. നമുക്കൊരു മാർക്ക് ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാം. മാർക്ക് ഷീറ്റ് നമുക്ക് ഹെഡിങ് വരണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ഇത്രയും സെല്ല് ടേബിളിൽ നമ്മൾ മെർജ് ചെയ്തിട്ടില്ലേ, അതേപോലെ എക്സൽ ഷീറ്റിൽ ജസ്റ്റ് സെലക്ട് ചെയ്യുക, മെർജ് ആൻഡ് സെന്റർ ക്ലിക്ക് ചെയ്യുക. ഇതാണ് ഓപ്ഷൻ. ഏതാണ്? മെർജ് ആൻഡ് സെന്റർ ക്ലിക്ക് ചെയ്യുക. മാർക്ക് ഷീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. നമുക്ക് ഇതും വേർഡിലെ പോലെ തന്നെ ഇങ്ങനെ വലിച്ചിട്ടെല്ലാം കൂട്ടാൻ പറ്റും കേട്ടോ, മാർക്ക് ഷീറ്റ്. അപ്പൊ ഇതിന് എന്ത് ചെയ്യണം? നമുക്ക് ബോൾഡ് ആക്കണമെങ്കിൽ B ക്ലിക്ക് ചെയ്യാം. വേർഡിൽ ചെയ്യുന്ന പോലെ തന്നെ അല്ലെ. കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്യാം. സൈസ് കൂട്ടണമെങ്കിൽ സാധാരണ കൂട്ടാം. പിന്നെ ഇത് സെന്റർ അലൈൻമെന്റ് ഡീഫോൾട്ട് ആയിട്ട് സെന്ററിലാണ് വന്ന് റൈറ്റ് സെന്റർ കറക്റ്റ് സെല്ലിന്റെ സെന്റർ വേണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്താൽ മതി. ഇതിപ്പോ ഇങ്ങനെയല്ലേ സെന്റർ വരുന്നത്, അതിന് പകരം സെല്ലിന്റെ സെന്ററിലാണ് ഇത് ക്ലിക്ക് ചെയ്താൽ മതി.
ഇപ്പൊ മാർക്ക് ഷീറ്റ് നോട്ടായി. ഇനി നമുക്ക് ഓരോ സെല്ലിലെ നെയിം, പിന്നെ റോൾ നമ്പർ, ഇങ്ങനെ ഡാറ്റ എൻട്രി ചെയ്യുന്നു കാണിക്കാനാണ്. റോൾ നമ്പർ, ഒരു സബ്ജക്റ്റിന്റെ മാർക്ക്, 2 സബ്ജക്റ്റിന്റെ മാർക്ക്, അതിന്റെ ടോട്ടല്, ഇതൊക്കെ കാണാൻ പോകും. ഫോർമാറ്റിംഗ് എല്ലാം പറയാം. ഇനി റോൾ നമ്പർ. എക്സലിന് ഒരു പ്രത്യേകതയുണ്ട്. നമുക്കിപ്പോ 101 എന്ന് പറഞ്ഞാൽ എനിക്കിത് 102 ഇതിപ്പോ 101, ഇതിന്റെ ഫില്ലിങ് 101 വെച്ചിട്ട് ഈ കോർണറിൽ വെച്ച് വെച്ചാൽ 101 തന്നെ റിപ്പീറ്റ് അടിച്ച് വരും. അതിന് പകരം എനിക്ക് 100 കഴിഞ്ഞ് 102 നിങ്ങൾ ടൈപ്പ് ചെയ്യാം. എന്നിട്ട് ഇത് രണ്ടും കൂടി സെലക്ട് ചെയ്യാം. രണ്ടും കൂടി സെലക്ട് ചെയ്തതിന് ശേഷം ഈ കോർണറിന് വലിക്കുക. അത് ഇൻക്രീസിങ് ഓർഡറിൽ വരും. മനസ്സിലായില്ലേ? ഇനി മാർക്കാണ് അങ്ങനെ. ഇപ്പൊ മാർക്ക് ചെയ്യാൻ അങ്ങനെ ഇപ്പൊ 34 ഞാൻ 35 പകരം 36 കൊടുത്തതിന് ശേഷം, അപ്പൊ അത് രണ്ടിന്റെ ഡിഫറൻസ് വന്നില്ലേ? ആ ഇൻക്രീസിങ് ഓർഡറിൽ ഇത് കോർണറിൽ വെച്ച് വലിച്ചാൽ മതി. ഇത് ഇനി ഒരു 1ന്റെ 32 33 ഓർഡർ. ഇത് വലിക്കുന്നതിന് മുമ്പ് രണ്ടും കൂടി സെലക്ട് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് രണ്ടും കൂടി സെലക്ട് ചെയ്യുക. ഈ കോർണറിൽ ബ്ലാക്ക് സിമ്പിൾ വന്നിട്ടാകുമ്പോൾ പ്രസ് ചെയ്യുക, എന്നിട്ട് വലിക്കുക. ഇതാണ് ഇങ്ങനെ ഫില്ലിങ്. വീഡിയോയിൽ വേറെ വേറെ പേര് വേണം അല്ലേ? ഇപ്പൊ ഇത്രയും ആൾക്കാർ ടോട്ടൽ കാണുന്നത് നമ്മൾ ഇക്വേഷൻ വരുമ്പോൾ പറയും. ഇനി ഇതിന് ബോർഡർ വെക്കണം. എനിക്ക് ഇത്ര വരെ ഞാൻ സെലക്ട് ചെയ്ത അല്ലെ. സെലക്ട് ചെയ്തിട്ട് ഇതിപ്പം നമ്മൾ ഫയലില് പ്രിന്റില് പ്രിന്റ് പ്രിവ്യൂ വരുമ്പോൾ കണക്ക് ആ ബോർഡർ വരുന്നില്ലല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രിന്റ് ഈ ബോർഡർ വരണം വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പൊ പ്രിന്റിൽ ആ വരിയും കൂടി ടേബിൾ പോലെ വരണമെങ്കിലാണ് നമ്മൾ ബോർഡർ അപ്ലൈ ചെയ്യുക. അപ്പൊ എക്സൽ ഷീറ്റിൽ എന്ത് ചെയ്യണം? ബോർഡർ കൊടുത്തു വെക്കണം. ഇത് ഗ്രിഡ് ലൈൻസ് എന്നാ പറയാ. ഇതൊരിക്കലും പ്രിന്റിൽ വരില്ല. നമുക്ക് അതിന് വേണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ജസ്റ്റ് ബോർഡർ കൊടുക്കുകയോ വേണ്ടു. അതാണ് ബോർഡർ. ഇത് ഓരോ ഓപ്ഷൻ പറയാന്ന് വെച്ചാൽ. ഇനി ഇതിലെല്ലാം ഈ മാർക്ക് ഷീറ്റിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കളർ ഫില്ല് ചെയ്യണമെങ്കിൽ ഇതാ, ടെക്സ്റ്റിന്റെ കളർ വേറെ വേണമെങ്കിൽ മാറ്റാം. ഓക്കെ, ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷൻ. നമുക്ക് ഇതിന് വേറെ കളർ ഫില്ല് ചെയ്യണം. ഫോർമാറ്റിംഗ് ജസ്റ്റ് പറയുന്നതാണ്. ഓരോ സെല്ലിനും വേണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് കളർ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലേ? ചെയ്യാം. ഇനി ഓരോ റോക്ക് വേണമെങ്കിൽ കളർ ഫില്ല് ചെയ്യാൻ പറ്റും. ഏത് രീതിയിൽ ഫോർമാറ്റിങ്ങും പറ്റും. അപ്പൊ അതാണ് മർജൻ സെന്റർ ചെയ്യാൻ പറഞ്ഞത്. എന്താണ് ഇത് സെന്റർ ചെയ്യാൻ? പക്ഷെ കളർ മാറ്റുന്നതെല്ലാം മനസ്സിലായില്ലേ? ഇത് ബോർഡർ കൊടുക്കുന്നത്, സൈസ് കൂട്ടുന്നത്. ഇതാണ് ഈ ഫോണ്ട് മെനു. അത് വലിയ പ്രശ്നം ഉണ്ടാവില്ല. അലൈൻമെന്റും പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ ചെയ്ത് തന്നെ എല്ലാം സെന്ററിൽ. ഇപ്പൊ ഇതെല്ലാം സെൻട്രലൈസ് ചെയ്ത് വരണം എന്ന് വിചാരിച്ചോ, ഈ ഹെഡിങ് എല്ലാം. അപ്പൊ എന്ത് ചെയ്ത് സെന്റർ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ടെക്സ്റ്റ് ഡയറക്ഷൻ ഉണ്ട്. ഇനി നെയിം എന്നെല്ലാം ഉള്ളത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഡയറക്ഷനിൽ അതുപോലെ വരും. ഇത് മൊത്തത്തിൽ അങ്ങനെ ഡയറക്ഷനിൽ വരണമെങ്കിൽ സെലക്ട് ചെയ്യുക ടെക്സ്റ്റ് ഡയറക്ഷൻ. ആ രീതിയിൽ അറേഞ്ച് ചെയ്ത് വരും. നെയിം, റോൾ നമ്പർ ഇങ്ങനെ ഡയറക്ഷൻ മാറ്റിയിട്ട് വേണമെങ്കിൽ, നോർമലായിട്ട് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അപ്പൊ ഈ ഡയറക്ഷൻ ഇതപ്പൊ സെൽ അലൈൻമെന്റിന്റെ ഒരു ടൂൾ ബോക്സ് അവിടെ നിന്ന് വിളിച്ചാക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ അതാണ് ഇത്. ഇതല്ലേ നിങ്ങൾക്ക് അറിയാത്തുണ്ടാവും. റാപ്പ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം. ഇത് ബാക്കി സെന്റർ ഇതെല്ലാം ഇന്റന്റ് എന്നെല്ലാം അറിയുന്നില്ലേ? റാപ്പ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇതിൽ ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ കീ അടിച്ചാൽ അടുത്ത സെല്ലിലേക്കല്ലേ. എനിക്കിപ്പോ ഈ ഒരു സെല്ലിൽ തന്നെ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ റാപ്പ് ടെക്സ്റ്റും മർജ് ആൻഡ് സെന്ററും ചെയ്താലെന്ന് ചെയ്യണം. ആ ഒറ്റ സെല്ലിൽ തന്നെ ടൈപ്പ് ചെയ്യാൻ പറ്റും. അതാണ് റാപ്പ് ടെക്സ്റ്റ് എന്ന് പറയാം. ഒറ്റ ഒരു സെല്ലിൽ തന്നെ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നതിനാണ് എന്ത് പറയാ? റാപ്പ് ടെക്സ്റ്റ്. അപ്പൊ റാപ്പ് ടെക്സ്റ്റ് എന്താണ്? റാപ്പ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മേക്ക് ഓൾ കണ്ടന്റ് വിസിബിൾ വിത്തിൻ എ സെൽ ബൈ ഡിസ്പ്ലേയിങ് ഇറ്റ് ഓൺ മൾട്ടിപ്പിൾ ലൈൻസ്. മൾട്ടിപ്പിൾ ലൈൻസ് ആവാണ്ട് ഒരു സെല്ലിൽ തന്നെ കാണുന്നതിനെയാണ് റാപ്പ് ടെക്സ്റ്റ് എന്ന് പറയാം. അത് നിങ്ങൾക്ക് ബാക്കിയെല്ലാം വേർഡിലും പറഞ്ഞാണ്. മേക്ക് ഓൾ കണ്ടന്റ് വിസിബിൾ വിത്തിൻ എ സെൽ ബൈ ഡിസ്പ്ലേയിങ് ഇറ്റ് ഓൺ മൾട്ടിപ്പിൾ ലൈൻസ്. ഇനി മെർജ് ആൻഡ് സെന്റർ. ജോയിൻ ദി സെലക്ടഡ് സെൽ
into one larger cell and center the content in the new cell. എന്താ ചെയ്യുക, സെലക്ടഡ് സെല്ലിനെല്ലാം ജോയിൻ ചെയ്തിട്ട് ഒറ്റ സെല്ലാക്കും, എന്നിട്ട് സെന്ററിൽ അലൈൻ ചെയ്ത് വെക്കും. അപ്പൊ ഇതെന്തിനാ യൂസ് ചെയ്യുന്നത്, ലാബിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, ഹെഡിങ്സ് എല്ലാം നമുക്കൊരു ടേബിളിന്റെ ഹെഡിങ് എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെർജ് ആൻഡ് സെന്റർ എന്ന് പറയുന്ന ഓപ്ഷൻ. ഇപ്പൊ റാപ്പ് ടെക്സ്റ്റ്, മെർജ് ആൻഡ് സെൽ ആൻഡ് സെന്റർ എക്സലിൽ പുതിയ വന്ന ഓപ്ഷൻസ്. ബോൾഡ് ഇതെല്ലാം ഈ ഫോണ്ട് മെനു സെയിം ആസ് ദാറ്റ് ഓഫ് MS Word. എന്തെല്ലാം പറഞ്ഞ റാപ്പ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മേക്ക് ഓൾ ദി കണ്ടന്റ് വിസിബിൾ വിത്തിൻ എ സെൽ ബൈ മൾട്ടിപ്പിൾ ലൈൻസിൽ കാണും. ഇതെന്താണ് ചെയ്യാ, ലാർജർ സെല്ലിനെ ഒറ്റ സെല്ലാക്കിയിട്ട് നമുക്ക് ലേബൽസ് ഹെഡിങ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെർജ് ആൻഡ് സെന്റർ യൂസ് ചെയ്യും. ഇനി നമ്പർ ഫോർമാറ്റിംഗ്, ഇനി വേർഡിലില്ലാത്ത ഒരു ഓപ്ഷനാണ് ഏത്, ഫോർമാറ്റിംഗ്. നമ്പർ എക്സ്പ്ലെയിൻ നമ്പർ ഫോർമാറ്റിംഗ് ഇൻ MS Excel എന്ന് ചോദിച്ചാൽ ഇതാണ് നമ്പർ ടാബ്. നമ്പർ ടാബിൽ വരുന്നത് ജനറൽ ആണ് ഡീഫോൾട്ട് ആയിട്ട് ഉണ്ടാവുക. ജനറൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ടെക്സ്റ്റ് എൻ്റർ ചെയ്യും, നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ ഇവിടെ ടെക്സ്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ ഈ സൈഡിൽ അല്ലെ, ഒന്ന് റൈറ്റിലും ഒന്ന് ലെഫ്റ്റിലും ആയിട്ട് വരുന്നതിനാണ് എന്ത് പറയാ, ഇത് റൈറ്റിലും ടെക്സ്റ്റ് ലെഫ്റ്റിലും ആണ് അലൈൻ ചെയ്യുക അല്ലെ. ഇത് ലെഫ്റ്റ് അലൈൻമെന്റ്, ഇത് റൈറ്റ് അലൈൻമെന്റ് അല്ലെ. റൈറ്റില് ഡീഫോൾട്ട് ആയിട്ടില് റൈറ്റില് നമ്പറും ലെഫ്റ്റില് ഇതാണ് ഉണ്ടാവുക. ഇതാണ് ജനറൽ കാറ്റഗറിയിൽ വരുന്നത്. ഇനി നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പറിന്റെ ഒരു നമ്പർ അതിൽ വരുന്നത് നമ്പർ, ജനറലി നമ്പറിൽ വരുന്നത് എന്താ, ഒരു ഡെസിമൽ പോയിന്റും കൂടെ വരും. നമ്പർ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഡെസിമൽ പോയിന്റും കൂടി, കറൻസി എന്ന് പറയുമ്പോൾ ഒരു കറൻസി സിമ്പിളും കൂടെ വരും. പിന്നെ അക്കൗണ്ടിങ്ങും ഏകദേശം അതന്നെ, അക്കൗണ്ടിങ്ങും കറൻസിയും ഡോളർ സിമ്പിൾ തന്നെ വരുന്നത് അല്ല, കുറച്ച് സ്പേസ് ഇട്ടിട്ട് വരുന്നു. മറ്റേത് അടുത്ത് വരുന്നതിൽ ഷോർട്ട് ഡേറ്റ് കറണ്ട് ഡേറ്റ് വരും 2/5 ഇതിൽ ഏതോ ഒരു ഫോർമാറ്റ് വന്നു എന്നേ ഉള്ളൂട്ടാ. ഷോർട്ട് ഡേറ്റ്, ലോങ് ഡേറ്റ്, അത് ഓരോ നമ്മൾ എൻ്റർ ചെയ്യുന്നതെല്ലാം ഇപ്പൊ ഈ സെല്ലിൽ അത് ഫോർമാറ്റ് ആണെന്നെങ്കിൽ എൻ്റർ ചെയ്യുന്നതെല്ലാം ആ ഫോർമാറ്റിലേ വരുള്ളൂ. ഏതോ ഒരു നമ്പറാണ്, ആ നമ്പറിന് കണക്കായ ഡേറ്റാ വരുന്നത് കറസ്പോണ്ടിങ്. നമുക്ക് ഒരിക്കലും എന്ത് നമ്പർ ആ ഫോർമാറ്റ് കൊടുത്തു വെച്ചാൽ അതിൽ എൻ്റർ ചെയ്യുന്നതെല്ലാം ആ ഫോർമാറ്റിൽ മാത്രമേ വരും. അതാണ് ഷോർട്ട് ഡേറ്റ്. ഷോർട്ട് ഡേറ്റ് പറഞ്ഞാൽ സാധാരണ നമ്മൾ എന്ത് നമ്പർ എൻ്റർ ചെയ്താലും അതിന് ആ ഫോർമാറ്റിലേക്ക് അത് മാറ്റി, അതാണ് ഷോർട്ട് ഡേറ്റ്. ലോങ് ടൈം എൻ്റർ ചെയ്തു, ഇവിടെ നമ്മൾ എന്ത് നമ്പർ എൻ്റർ ചെയ്താലും അതൊരു ടൈം ഫോർമാറ്റിലേക്ക് മാറും. എന്തുണ്ട് നമുക്ക് ഇതിൽ ഇനി ഒന്നും നമ്പർ എൻ്റർ ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ ടൈമിംഗ് എന്ന് പറയുന്ന ഒരു ഫോർമാറ്റ് ക്ലിക്ക് ചെയ്ത് വെച്ചു. അപ്പൊ ജനറലില് നമ്പർ, ഇത് ചിലപ്പോൾ ചോദിക്കാം നമ്പർ ഫോർമാറ്റിംഗ്. ജനറൽ ഉണ്ട്, നമ്പർ ഉണ്ട്, പേര് മാത്രം നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ജനറല്, നമ്പർ, കറൻസി, അക്കൗണ്ടിങ്, ഷോർട്ട് ഡേറ്റ്, ലോങ് ഡേറ്റ്, ടൈം, പെർസെൻറ്റേജ്. പെർസെൻറ്റേജ് പറഞ്ഞാൽ നമ്മൾ ഈ അതിനൊരു ഫോർമാറ്റ് എടുത്താൽ പെർസെൻറ്റേജിൽ അത് നിൽക്കും ഉണ്ടാവും. ഇവിടെ നമുക്ക് വേണമെങ്കിൽ 56 എൻ്റർ ചെയ്യാം, പക്ഷെ അത് ആ ഫോർമാറ്റിൽ. കാരണം ഇവിടെ ഈ ഫോർമാറ്റ് മാറ്റിയത് കൊണ്ട് എന്തുണ്ട്, അവിടെ എന്ത് എൻ്റർ ചെയ്താലും ആ പെർസെൻറ്റേജ് ഫോർമാറ്റിൽ വരും. ഇനി ഫ്രാക്ഷൻ 5/9 എന്നുള്ള ഫോർമാറ്റിലേക്ക്. അപ്പൊ ഇവിടെ ഞാൻ ഫ്രാക്ഷൻ തന്നെ ഫോർമാറ്റ് സെറ്റ് ചെയ്ത് വെച്ചാൽ അതിൽ എന്ത് എൻ്റർ ചെയ്താലും അതൊരു ഫ്രാക്ഷൻ ഫോർമാറ്റിലേക്ക്. അപ്പൊ അത് ഏതെങ്കിലും നമ്പർ ഫോർമാറ്റിൽ ഉള്ളത് ഫ്രാക്ഷൻ ഫോർമാറ്റിൽ എടുത്ത് വന്നിട്ടുണ്ട് അല്ലേ. അതാണ് 1/2 ആ ഫോർമാറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഫ്രാക്ഷൻ യൂസ് ചെയ്യാം. ഇത് ഓരോ നമ്പർ, കറൻസി, ഫ്രാക്ഷൻ. ആ ഫോർമാറ്റിൽ വരും, അത്രേ ഉള്ളൂ. ഫ്രാക്ഷൻ ഫോർമാറ്റിൽ വരും. ഫ്രാക്ഷൻ സയന്റിഫിക് ഇങ്ങനെ സ്ക്വയർ എക്സ്പോണൻഷ്യൽ ആയിട്ടല്ലോ വരുന്ന പോലെ അല്ലെ, ആ ഫോർമാറ്റിൽ വരും. ഇവിടെ എന്ത് എൻ്റർ ചെയ്താലും സയന്റിഫിക് ആയിട്ടേ വരുള്ളൂ. ഇപ്പം അതതിന് കറസ്പോണ്ടിങ് ആയിട്ട് കൊടുക്കാത്തതുകൊണ്ട് ആ വാല്യൂ ഇത് ഏതിൻ്റെയോ എക്സ്പോണൻഷ്യൽ വാല്യൂ ആയിട്ട് വരും. അതിൽ എന്ത് എൻ്റർ ചെയ്താലും എക്സ്പോണൻഷ്യൽ വാല്യൂ ആയിട്ടേ വരും. അതാണ് ഇത് ഫോർമാറ്റിംഗ് മാത്രം, വാല്യൂ ഒന്നും മാറ്റുന്നില്ല. അപ്പൊ ജനറല്, നമ്പർ, കറൻസി, അക്കൗണ്ടിങ്, ഷോർട്ട് ഡേറ്റ്, ലോങ് ഡേറ്റ്, ടൈം, പെർസെൻറ്റേജ്, ഫ്രാക്ഷൻ, സയന്റിഫിക്, മോർ നമ്പർ ഫോർമാറ്റ്സ് ഇതിലല്ലേ ജനറല്.
ഈ സംഭവങ്ങൾ തന്നെയാണ് അവിടെ ഉള്ളത്. ചിലപ്പോൾ ഈ ഓപ്ഷൻ ചോദിക്കാം അല്ലേ. ഒന്നും നിങ്ങൾ പേടിക്കേണ്ട, ഇത് മാത്രമേ എഴുതണ്ടു. ജനറലി, നമ്പർ, കറൻസി, അക്കൗണ്ടിങ്, ഷോർട്ട് ഡേറ്റ്, ലോങ് ഡേറ്റ്, ടൈം, പെർസെൻറ്റേജ്, ഫ്രാക്ഷൻ, സയന്റിഫിക്, ഇത്രയും നമ്പർ ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ആണ് ഇതിലുള്ളത്. MS Excel ഇത് വേർഡിൽ ഇല്ലാത്തതാണ്. സിമ്പിൾ ആയ കാര്യങ്ങളാ ചോദിക്കാൻ ചാൻസ്, അതുകൊണ്ട് ഈ ഓപ്ഷൻസിന്റെ പേര് മാത്രം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നമ്പർ ഫോർമാറ്റിംഗ് ഓപ്ഷൻ. അപ്പൊ അത്രയും സംഭവമായി. ഇപ്പൊ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ഫോർമാറ്റിംഗ് സെലക്ട് ചെയ്യാം. ഇവിടെ തന്നെ ഉണ്ട് കേട്ടാ, അതിൽ കാണുന്ന കുറച്ച് അത്യാവശ്യം ഉപയോഗിക്കുന്ന അക്കൗണ്ടിങ് നമ്പർ ഫോർമാറ്റ് ഉണ്ട്, പെർസെൻറ്റേജ് ഉണ്ട്, കോമ സ്റ്റൈൽ ഉണ്ട്. ഇത് നമുക്ക് പിന്നെ യൂസ് ചെയ്യാം. ഇൻക്രീസ് ഡെസിമൽ, ഡെസിമൽ പോയിന്റ് ഇൻക്രീസ് ചെയ്ത് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾക്ക് പോയിന്റ് ഇടുന്നില്ലെങ്കിൽ ഇൻക്രീസ് ഡെസിമൽ ഇട്ട്, ഡിക്രീസ് ഡെസിമൽ, ഡെസിമൽ ഇങ്ങനെ, അതായത് ആ രീതിയിൽ ഡാറ്റ എൻട്രി ചെയ്ത് വരണമെങ്കിൽ ഡെസിമൽ പോയിന്റിന്റെ ഇതും ഇൻക്രീസ് ഡെസിമൽ, ഇത് ഡിക്രീസ് ഡെസിമൽ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്പർ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നതിൽ MS Excel വരുന്നത്. ഇനിയോ അടുത്തത് എന്താണ്? സ്റ്റൈല്. സ്റ്റൈല് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. കണ്ടീഷൻ അനുസരിച്ചിട്ട് ഫോർമാറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ ഇതിന്റെ കളറെല്ലാം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മൊത്തത്തിൽ സെലക്ട് ചെയ്ത് കളർ ചെയ്യുക, അല്ലെങ്കിൽ ഇത്ര മാത്രം ഒരു കളർ കൊടുക്കാൻ പറ്റും, ഇത്ര മാത്രം ഒരു കളർ. നമ്മൾ ഒരു വാല്യൂ സെലക്ട് ചെയ്തിട്ടില്ലേ, ഇതിന് പകരം ഇപ്പം 40 മുകളിലുള്ളവർക്ക് ഒരു കളറ്, അങ്ങനെ ഒരു കണ്ടീഷൻ അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഫോർമാറ്റ് ചെയ്യണം. അതിനാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയാം. ഹൈലൈറ്റ്, എൻഡഡ് സെൽ, എംഫസിസ്, എന്താ പറയാ, അതിൽ കുറച്ച് റൂൾസ് ഉണ്ട്. ഹൈലൈറ്റ് റൂൾസ്, ടോപ്പ് ബോട്ടം റൂൾസ്, ഡാറ്റ ബാർസ്, കളർ സ്കെയില്, ഐക്കൺസ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിലുള്ള റൂൾസ് നോക്കാം. റൂൾസിൽ വരുന്നത് ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ബിറ്റ്വീൻ, ഈക്വൽ ടു, ടെക്സ്റ്റ് ദാറ്റ് കണ്ടെയ്ൻ എ ഡേറ്റ് ഒക്കറിങ്, ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ. ഇത്രയും നമുക്ക് ഈ ഹൈലൈറ്റ്സ് റൂൾസ് മാത്രം നോക്കാം. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ലാബ് ചെയ്യുമ്പോൾ ഇതെല്ലാം ചെയ്യാം. ഹൈലൈറ്റ് റൂൾസ് നോക്കാം. ഗ്രേറ്റർ ദാൻ, നമ്മൾ ഏത് സെല്ലാണ് ആദ്യം നമ്മൾ സെലക്ട് ചെയ്യണേ. കണ്ടീഷണൽ ഫോർമാറ്റ്, ഞാൻ ഈ സംഭവം സെലക്ട് ചെയ്യാം. എനിക്കൊരു കണ്ടീഷണൽ ഫോർമാറ്റ് സെലക്ട് ചെയ്യുക ഫസ്റ്റ്, എന്നിട്ട് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എടുക്കുക, ഹൈലൈറ്റ് റൂൾസ് എടുക്കുക. നമുക്കിപ്പം ഗ്രേറ്റർ ദാൻ എടുക്കാം. ഗ്രേറ്റർ ദാൻ 37, അതിന് ലൈറ്റ് റെഡ് ഫിൽ വിത്ത് ഡാർക്ക്, നമുക്ക് ഇഷ്ടമുള്ള കളർ, ഇതിൽ കുറെ ഓപ്ഷൻ ഉണ്ട്. അത് ലൈറ്റ് റെഡ് ഫിൽ ചെയ്യണം. ഓക്കെ, അതിന് മാത്രം റൈറ്റ് റെഡ് ഫിൽ ചെയ്തു വന്നു അല്ലേ. ഒരു കണ്ടീഷൻ അനുസരിച്ച് ഇന്ന് നമുക്ക് ഇത് എത്ര വാല്യൂസ് ഉണ്ടെങ്കിലും അതിനൊരു ഫോർമാറ്റ് അനുസരിച്ച് ചെയ്യാം. ഇപ്പം ബിറ്റ്വീൻ എന്നെല്ലാം പറഞ്ഞിട്ട് ചെയ്യണം. ഇപ്പൊ 33-നും 37-നും ഇടയ്ക്കുള്ള ഡാറ്റക്ക് മാത്രം ഒരു കളർ കൊടുക്കണമെങ്കിൽ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എടുക്കുക, ഹൈലൈറ്റ് റൂൾസ്, ബിറ്റ്വീൻ എടുക്കുക. 35-നും 40-നും ഞാൻ കൊടുത്തേ. ഓക്കെ, ആ 35-നും 40-നും ഉള്ളതിന് മാത്രം വേറൊരു കളർ കൊടുത്തു, റെഡ് കളർ കൊടുക്കാനാ പറഞ്ഞ, ആ കളർ മാത്രം കൊടുത്തു. അതാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ്. അതിൽ കുറെ ഓപ്ഷൻസ് ഉണ്ട്, ഇതെല്ലാം നമുക്ക് ലാബിൽ നിന്ന് ചെയ്യാം. ലെസ് ദാൻ, ബിറ്റ്വീൻ എന്ന വാല്യൂയിൽ വെച്ച്. അപ്പൊ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്നാന്ന് ചോദിച്ചാൽ ഒരു കണ്ടീഷൻ അനുസരിച്ച് ഫോർമാറ്റ് ചെയ്യാം. ഹൈലൈറ്റ്, ഇന്റൻഡഡ് സെൽ, എംഫസൈസ്, അൺയൂഷ്വൽ വാല്യൂസ്. തിയറി കുറച്ച് പണിയുണ്ടല്ലോ വായിക്കാൻ, നമുക്ക് സിമ്പിൾ നോട്ട്സ് തരാം. ഇതിലെ നോട്ട്സ് വേണമെന്നില്ല. ഓരോ കണ്ടീഷൻ അനുസരിച്ച് ഫോർമാറ്റ് ചെയ്യുന്നതിനാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് യൂസ് ചെയ്യുക. അതിൽ കുറെ ഹൈലൈറ്റ് റൂൾസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഗ്രേറ്റർ ദാൻ ഇത്ര വാല്യൂ, ലെസ് ദാൻ, ബിറ്റ്വീൻ, ഈക്വൽ ടു, ടെക്സ്റ്റ് ദാറ്റ് കണ്ടെയ്ൻ, അത് വേണം നോക്കാം അല്ലെ. ടെക്സ്റ്റ് ദാറ്റ് കണ്ടെയ്ൻ, ഇത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഏതെങ്കിലും ടെക്സ്റ്റിന്റെ വാല്യൂയിൽ പറ്റുന്നുണ്ടോ നോക്കാം. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എടുക്കാം. ഹൈലൈറ്റ് റൂള്, ടെക്സ്റ്റ് ദാറ്റ് കണ്ടെയ്ൻ, സീത എന്ന് പറയുന്നതിന് മാത്രം ഒരു കളർ കൊടുക്കണം. അതിന് നമുക്ക് റെഡ് ബോർഡർ കൊടുക്കാം. സീതക്ക് മാത്രം ഒരു റെഡ് ബോർഡർ വന്നിട്ടുണ്ട്, കാണാനായിട്ടാണ്. അതിന് മാത്രം ഒരു ബോർഡർ വരും. അങ്ങനെ നമുക്ക് ഒരു സ്പെസിഫിക് കളർ കൊടുത്തിട്ട് ഒരാളെ പേരിന് മാത്രം ഇന്ന കളർ വേണമെന്നോ അതെല്ലാം ചെയ്യണമെങ്കിലാണ് എന്ത് ചെയ്യുന്നത്, കണ്ടീഷണൽ ഫോർമാറ്റിംഗ്. ഐക്കൺസ് എല്ലാം വരും. അപ്പൊ അത് നോക്കാം അല്ലെ. ബാക്കി ഇനി ഫോർമാറ്റ് ആസ് ടേബിൾസ്. അപ്പൊ ഇതിന് നമുക്ക് ഡീഫോൾട്ട് ആയിട്ട് കുറച്ച് സ്റ്റൈൽസ് ഇതിലുണ്ട്. ആ ഫോർമാറ്റ് ആസ് ടേബിൾ കൊടുത്താൽ ഇതിലുള്ള ഓക്കെ, ആ ഫോർമാറ്റിൽ വരും. ഇതിൽ ബിൽട്ടിനായിട്ട് കുറെ ഫോർമാറ്റ്സ് ഉണ്ട്, അതിൽ വരുന്നേ ഉള്ളൂ.
ഇതാണ് ടേബിളിന്റെ കുറെ ഫോർമാറ്റ് ആസ് ടേബിൾ നോർമൽ ഫോർമാറ്റിംഗ് പിന്നെ ന്യൂ സ്റ്റൈൽ വേണം ക്രിയേറ്റ് ചെയ്ത് ബിൽട്ടിൻ ആയിട്ട് കുറച്ച് കൺട്രോൾ സെറ്റ് എടുക്കുക നോർമലായി ഇതാണ് ഫോർമാറ്റ് ആസ് ടേബിൾ ബിൽട്ടിൻ ആയിട്ട് കുറെ ടേബിൾസ് ഉണ്ട് ഡാർക്ക് മീഡിയം എന്നെല്ലാം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്ത് നോക്കാണ്ട് ഓപ്ഷൻസേ ഉള്ളൂ ഇപ്പൊ സ്റ്റൈല് പിന്നെ സെൽ സ്റ്റൈൽ ഇതാ ഇങ്ങനെയെല്ലാം വേണമെങ്കിൽ കാൽക്കുലേഷൻ ഇതിലെല്ലാം കണ്ട ഇതിൽ കുറെ മോഡൽസ് ആ മോഡൽസിന്റെ രീതിയിൽ ഫോർമാറ്റിംഗ് ചെയ്ത് ഇതെല്ലാം നമുക്ക് സ്വന്തമായിട്ട് ചെയ്തുകൂടെ ക്ലിക്ക് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് കളറെല്ലാം മാറ്റിയാൽ മതി ഇതിൽ കുറെ ഫോർമാറ്റ്സ് ഉണ്ട് അത് വേണമെങ്കിൽ ചെയ്യാം ഇത്രയേ ഉള്ളൂ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാം അതാണ് ഇങ്ങനെയുള്ള ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഫോർമാറ്റിംഗ് സ്റ്റൈൽസിൽ വരുന്നത് ഇനി സെൽ സ്റ്റൈൽ പറഞ്ഞു അല്ലെ ഇങ്ങനെ അപ്പൊ ഈ സ്റ്റൈൽസിൽ വരുന്നതാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഫോർമാറ്റ് ആസ് ടേബിൾ സെൽ സ്റ്റൈൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വേണമെന്ന് അറിയില്ല എന്നാലും മെനൂസിൽ ഒന്ന് പറഞ്ഞു പോവാം അല്ലെ സ്റ്റൈൽസിൽ വരുന്നത് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഫോർമാറ്റ് ആസ് ടേബിൾ സെൽ സ്റ്റൈൽ ഇനി സെൽസിന്റെ ഇത് ചെയ്യുന്നതാണ് സെൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ടോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം എനിക്ക് ഇതിന് മുകളിൽ ഒരു റോ ഇൻസേർട്ട് ചെയ്യണം അപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു എനിക്ക് മാർക്ക് ഷീറ്റിന്റെ മുകളിൽ എക്സ്ട്രാ ഒരു റോ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇൻസേർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇൻസേർട്ട് സെൽ അല്ല ഇൻസേർട്ട് ഷീറ്റ് റോസ് ഇൻസേർട്ട് ഷീറ്റ് അല്ല ഇൻസേർട്ട് ഷീറ്റ് അല്ല സെലക്ഷന്റെ പ്രശ്നമാണ് ഇൻസേർട്ട് സെൽസ് ഒരു എക്സ്ട്രാ റോ ഇൻസേർട്ട് ചെയ്ത് വന്നില്ലേ അല്ലെ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്താലും മതി റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഇൻസേർട്ട് കൊടുത്താലും മതി അതിന് പകരം ഇൻസേർട്ട് സെൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ തന്നെ ഉണ്ട് ഇനി എനിക്ക് വേണ്ട ഈ രണ്ട് സെല്ല് ഡിലീറ്റ് ചെയ്യണമെങ്കിലോ സെലക്ട് ചെയ്യാം ഡിലീറ്റ് സെൽ ഡിലീറ്റ് സെല്ലുണ്ട് ഡിലീറ്റ് ഷീറ്റ് റോസ് ഉണ്ട് ഡിലീറ്റ് ഷീറ്റ് കോളം ഉണ്ട് ഡിലീറ്റ് ഷീറ്റ് ഉണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം ഇത് ഡിലീറ്റ് ഷീറ്റ് റോസ് ആ എക്സ്ട്രാ ഷീറ്റ് ഡിലീറ്റ് ചെയ്യാം ഇതെല്ലാം ചെയ്യണമെങ്കിൽ എവിടെ ഓപ്ഷൻ ഉണ്ട് ഇനിയിപ്പോൾ എനിക്ക് ഈ എക്സ്ട്രാ ഞാൻ ഇവിടെ ഒരു എക്സ്ട്രാ കോൾ ഇൻസേർട്ട് ചെയ്തു ഈ കോളം എനിക്ക് വേണ്ട അപ്പൊ റൈറ്റ് ക്ലിക്ക് ചെയ്യുക ഡിലീറ്റ് കൊടുത്താൽ മതി ആ കോളം ഡിലീറ്റ് ആയി അതിന് പകരം എന്ത് ചെയ്യാൻ വേണം ഇവിടെ ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ സെല്ലിൽ എന്തെല്ലാം വരുന്നത് ഇൻസേർട്ട് ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ഇപ്പൊ സെൽസിൽ ഇൻസേർട്ട് ഡിലീറ്റ് ഫോർമാറ്റ് അടുത്തത് ഫോർമാറ്റില് റോ ഹൈറ്റ് നമുക്ക് ഈ റോ എല്ലാം റോ ഹൈറ്റ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ സാധാരണ ഇങ്ങനെ വലിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലെ ഇത് പണിയല്ലേ എല്ലാം ഒരുപോലെ ആക്കല് ഇത് ഇത്രയും പണിയുണ്ട് നമുക്ക് ഓരോ സെല്ല ഇങ്ങനെ ചെയ്യാം സെല്ലിന്റെ ഹൈറ്റ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യൽ ഇങ്ങനെ വലിച്ചാൽ മതി കോൾ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്യണം അല്ലേ ഇങ്ങനെ വലിച്ചെല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം അതിന് പകരം നമുക്ക് കോമൺ ആയിട്ട് എല്ലാതിനും ഒരേ ഹൈറ്റ് ഒരു വേണമെങ്കിൽ കൊടുക്കാൻ സെലക്ട് ചെയ്യാം ഫോർമാറ്റിൽ റോ ഹൈറ്റ് എടുക്കുക റോ ഹൈറ്റ് ഒരു 20 കൊടുത്തൊക്കെ വരും ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി ഫോർമാറ്റിൽ റോ ഹൈറ്റ് ഇപ്പൊ 20 15 അതൊന്ന് ഡീഫോൾട്ട് വാല്യൂ ഇതാണ് ഡീഫോൾട്ട് ആയിട്ട് ഉണ്ടാവുന്നത് ഡിഫോൾട്ട് കാണണമെങ്കിൽ ഇത് സെലക്ട് ചെയ്യുക ഫോർമാറ്റ് റോ ഹൈറ്റ് എടുത്ത് നോക്കിയാൽ മതി ഡിഫോൾട്ട് വാല്യൂ 15 സാധാരണ ഉണ്ടാവുക അത് വേണമെങ്കിൽ എക്സ്ട്രാ കൊടുക്കണമെങ്കിൽ ഇവിടെ വാല്യൂ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി ഇനി കോളത്തിന്റെ ആണെങ്കിലോ സെലക്ട് ചെയ്യാം കോളം വിഡ്ത്ത് ആണോ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഫോർമാറ്റിൽ കോളം വിഡ്ത്ത് കൊടുക്കുക കോളം വിഡ്ത്ത് നമുക്ക് ഡീഫോൾട്ട് ആയിട്ടുള്ള കോളം വിഡ്ത്ത് നോക്കണമെങ്കിൽ സെലക്ട് ചെയ്യാം ഫോർമാറ്റിൽ കോളം വിഡ്ത്ത് എത്രയാണ് 8.43 ആണ് ഡീഫോൾട്ട് ആയിട്ട് ഉണ്ടാവുക അതിലൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ 8.43 ആണ് ഡീഫോൾട്ട് സെൽ വിഡ്ത്ത് ഇൻ MS Excel നമുക്ക് ക്ലിയർ ഇത് ചെയ്യണമെങ്കിൽ മാറ്റണമെങ്കിൽ സെലക്ട് ചെയ്യുക ഫോർമാറ്റിൽ കോളം വിഡ്ത്ത് ചെയ്യുക അത് 8 ഇല്ലേ നമുക്ക് വേണമെങ്കിൽ ഒരു 14 ആക്കാം ഓക്കെ അത്രയും കോളം വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യും വലിച്ചു നീട്ടി ആക്കണമെന്നില്ല ഇതെല്ലാം ഈ സെല്ലിന്റെ ഫോർമാറ്റിംഗിൽ ഓപ്ഷൻ ഉണ്ട് ഇപ്പൊ ഫോർമാറ്റ് കോളം വിഡ്ത്ത് ഉണ്ട് ഓട്ടോ ഫിറ്റ് റോ ഹൈറ്റ് പറഞ്ഞാൽ അതിന് കണക്കായിട്ട് ഫില്ല് ചെയ്ത് കണക്കായിട്ട് തന്നെ ഉള്ളത് അതെന്താന്ന് വെച്ചാൽ നമ്മളിതിപ്പം വിഡ്ത്തെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓട്ടോ ഫിറ്റ് ടു കോളം റോ ഹൈറ്റ് പറഞ്ഞാൽ ആ റോ ഹൈറ്റ് കറക്റ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തു കണ്ടന്റിന് കണക്കായിട്ട് അഡ്ജസ്റ്റ് തന്നെയാണ് ഓട്ടോ ഫിറ്റ് ടു റോ ഹൈറ്റ്
പിന്നെ കോളം വിഡ്ത്ത്, ഓട്ടോ ഫിറ്റ് ടു കോളം വിഡ്ത്ത്. കോളം വിഡ്ത്ത് നമ്മൾ പറഞ്ഞു അല്ലെ. ഓട്ടോ ഫിറ്റ് ടു കോളം വിഡ്ത്ത് കണ്ട ടെക്സ്റ്റിന് കണക്കായിട്ട് അവർ കോളം വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എത്രയാ ടൈപ്പ് ചെയ്യുന്നത് അത് അല്ല. ഇത്രയും ചെറുങ്ങനെല്ലാം അറേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോന്ന് വലിച്ചാണ്. ഇത് നോക്കിയാട്ടെ, ആ സെല്ലിന് കണക്കായിട്ട് കോളം വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട്. അതാണ് ഓട്ടോ ഫിറ്റ് ടു കോളം വിഡ്ത്ത്. ഡിഫോൾട്ട് വിഡ്ത്ത് 8.43 തന്നെ ആയിട്ട് വരും. അപ്പൊ നമുക്ക് ഫോർമാറ്റില് കോളം വിഡ്ത്ത് സാധാരണ പോലെ 14 കൊടുത്തൊക്കെ. ഫോർമാറ്റിൽ കുറെ ഓപ്ഷൻസ് ഉണ്ട്. വിസിബിലിറ്റി, ഹൈഡ് ആൻഡ് അൺഹൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഹൈഡ് റോസ് നമുക്കിപ്പം ഈ 2 റോ വേണ്ട. അപ്പൊ ഹൈഡ് റോസ് അത് സെലക്ട് ചെയ്യുക. ഇപ്പൊ ഇത്രയും റോസ് ഹൈഡ് ചെയ്ത് വെക്കണം എന്ന് വെച്ചോ. സെലക്ട് ചെയ്യുക, ഫോർമാറ്റ് പോവുക, ഹൈഡ് ആൻഡ് അൺഹൈഡ് എടുക്കുക, ഹൈഡ് റോസ് കൊടുക്കുക, അത് ഹൈഡായി. ഇപ്പൊ ഒരുപാട് ഡാറ്റ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് റോ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് മറ്റേ താഴത്തേതെല്ലാം നോക്കണമെങ്കിൽ ഹൈഡ് ചെയ്ത് വെച്ചാൽ മതി. അത് അൺഹൈഡ് ചെയ്താൽ ഫോർമാറ്റിൽ ഹൈഡ് ആൻഡ് അൺഹൈഡ് എടുത്ത് അൺഹൈഡ് റോസ് എടുത്താൽ മതി. അപ്പൊ അൺഹൈഡ് ചെയ്തത് വരും. ഇനി നമുക്കിപ്പോ ഈ രണ്ട് ഇതും അൺഹൈഡ് ചെയ്യണം. കോളം ഫോർമാറ്റ് എടുക്കുക, ഹൈഡ് ആൻഡ് അൺഹൈഡിൽ അൺഹൈഡ് കോളംസ് കൊടുക്കുക. അല്ല, ഹൈഡ് കോളംസ് കൊടുക്കുക. ആദ്യം ഹൈഡ് കോളംസ് കൊടുത്താൽ അത് ഹൈഡായി. ഇനി അത് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ആദ്യം ഫോർമാറ്റിൽ ഹൈഡ് ആൻഡ് അൺഹൈഡ് കോളംസ് കൊടുക്കുക. ഹൈഡ് ചെയ്ത് വെക്കുക. അത്രയും. ഇപ്പൊ ഫോർമാറ്റിൽ കുറച്ചധികം ഓപ്ഷൻസ് ഉണ്ട് അല്ലെ. മറ്റേ ഫോർമാറ്റ് മെനു എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബോൾഡ് ഇറ്റാലിക്സും പാരഗ്രാഫ് ഫോർമാറ്റിംഗ്സ് എല്ലാം വരുന്നത്. ഇതിൽ ഫോർമാറ്റിൽ മെനുവിൽ റോ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, ഓട്ടോ ഫിറ്റ് ടു റോ ഹൈറ്റ്, കോളം വിഡ്ത്ത്, ഓട്ടോ ഫിറ്റ് ടു കോളം വിഡ്ത്ത്, ഡിഫോൾട്ട് വിഡ്ത്ത്, വിസിബിലിറ്റിയിൽ അൺഹൈഡ്, ഹൈഡ് ആൻഡ് അൺഹൈഡ്, ഓർഗനൈസ് ഷീറ്റോ, റീനെയിം ഷീറ്റ്, മൂവ് ഓർ കോപ്പി ഷീറ്റ്, ടാബ് കളർ, അതല്ല ഷീറ്റിന്റെ പ്രൊട്ടക്ഷൻ. പിന്നെ പ്രൊട്ടക്ട് ഷീറ്റ്. പ്രൊട്ടക്ട് ഷീറ്റ് എന്താന്ന് വേണം ജസ്റ്റ് പറയാം. പ്രൊട്ടക്ട് ഷീറ്റ് നമുക്ക് ഇതിലൊന്നും മോഡിഫൈ ചെയ്യാൻ പറ്റാൻ പാടില്ല. ഈ ഷീറ്റിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്ത് വെക്കണം. ഇപ്പൊ ഫോർമാറ്റിൽ പ്രൊട്ടക്ട് ഷീറ്റ് എടുക്കുക. പാസ്വേഡ് ഇപ്പൊ ഞാൻ 1 2 3 ഒന്ന് കൊടുത്തു വെച്ചു. ഓക്കെ, ആ 1 2 3 ഒന്നും കൂടെ കൊടുക്കുക. ഓക്കെ, നോട്ടിഫിക്കേഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതാണ് പ്രൊട്ടക്ട് ഷീറ്റ് എന്ന് പറയുന്നത്. ആ ഷീറ്റിന്റെ പ്രൊട്ടക്ഷൻ ആയി. ദാറ്റ് ഈസ് കോൾഡ് പ്രൊട്ടക്ട് ഷീറ്റ്. ഒരു മോഡിഫിക്കേഷനും നിങ്ങൾക്ക് ചെയ്യും. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന വർക്കെല്ലാം എന്ത് ചെയ്യണം, വേറെ ആരും വല്ല അക്കൗണ്ടിങ് വേറെ ആരും മോഡിഫൈ ചെയ്യാൻ പാടില്ല. അതിനെയാണ് പ്രൊട്ടക്ട് ഷീറ്റ് എന്ന് പറയാം. അപ്പൊ അത് നമുക്ക് അൺപ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ ആദ്യം സെലക്ട് ചെയ്യുക. പാസ്വേഡ് അറിയുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രൊട്ടക്ട് ഷീറ്റ്, അൺപ്രൊട്ടക്ട് ഷീറ്റ്, പാസ്വേഡ് 1 2 3 അടിച്ചു കൊടുത്താൽ മാത്രമേ ഇപ്പൊ മോഡിഫിക്കേഷൻ പറ്റും. അതാണ് പ്രൊട്ടക്ട് ഷീറ്റ്. ഇപ്പൊ ഇത്രയാണ്. പിന്നെ ലോക്ക് സെല്ല്, അത് ലോക്ക് ചെയ്ത് വെക്കുന്നതാണ്. ഫോർമാറ്റ് സെല്ലില് ഇതെല്ലാം പറഞ്ഞതല്ലേ, ബോർഡർ, ഫില്ല്, പ്രൊട്ടക്ഷൻ. അപ്പൊ ഇത്രയും ഓപ്ഷൻസ് ആണ് ഏത് സെൽസിൽ വരുന്നത്. അപ്പം എക്സൽ ഷീറ്റ്, ക്ലിപ്പ് ബോർഡ് പിന്നെ പറയണ്ടല്ലോ, കട്ട് കോപ്പി പേസ്റ്റ് എല്ലാം അല്ലെ. കട്ട് ചെയ്യണമെങ്കിൽ കട്ട്, ഇതെല്ലാം ഫോർമാറ്റ് ബൈൻഡറും എല്ലാം ഇതിലില്ല തന്നെ, വേർഡിൽ കട്ട് കോപ്പി പേസ്റ്റും എല്ലാം വേർഡിൽ ഇല്ല തന്നെ. ഇനി ഫില്ല് എന്ന് വെച്ചാല് ഫോട്ടോ ഫിറ്റിനെ കുറച്ച് അഡ്വാൻസ് ഓപ്ഷൻ, അതിപ്പോ പറയുന്നില്ല കേട്ടോ. പിന്നെ വേണേ പറയാം, നിങ്ങൾക്ക് മെനു ബേസിൽ തന്നെ പറയുന്നത് നല്ലതല്ലേ. ഫില്ല് എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഫില്ല് ചെയ്യുന്നില്ലേ. ഇപ്പൊ 12 വെച്ചിട്ട് ഇതന്നെ മൊത്തത്തിൽ ഫില്ല് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഫില്ല് ചെയ്യുന്നതിന് പകരം എന്തുണ്ട്, ഇതിൽ ഫിൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. 12 നമ്മളിനി ഇത് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, ഫില്ലില് ഡൗൺ, നോട്ട് ഡൗൺ, ഫില്ല് ചെയ്ത് വരും. ഇനി അത് പ്ലസ് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് വേണമെങ്കിൽ ഇപ്പൊ 12 എനിക്കിത് ഇവിടെ പ്ലസ് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് വരണമെങ്കിൽ എന്ത് ചെയ്യണം, അതിന് സ്റ്റാർട്ട് വാല്യൂ സ്റ്റോപ്പ് വാല്യൂ എല്ലാം കൊടുക്കണം. ഫില്ലില് സീരീസ് സ്റ്റാർട്ട് വാല്യൂ സ്റ്റോപ്പ് വാല്യൂ 2 വെച്ചിട്ട് ഇൻക്രിമെന്റ് ചെയ്യണം. ഓക്കെ, സെലക്ട് ചെയ്യാം. ഫില്ലില് സീരീസ് അതാദ്യം വാല്യൂ കൊടുത്തോക്കണം കേട്ടോ. ഇപ്പം 1 ഇട, ഇത്രയും സെലക്ട് ചെയ്തിട്ട് ഫില്ലില് സീരീസ് സ്റ്റോപ്പ് വാല്യൂ ഇട്ടാൽ 1
1 2 അല്ല, ഇങ്ങനെ ചെയ്യുന്നതിന് പകരമാണ് സ്റ്റാർട്ട് വാല്യൂ സ്റ്റോപ്പ് വാല്യൂ വെച്ച് ചെയ്യുന്നത്. നോക്കാം. അപ്പൊ ഇങ്ങനെ ഡ്രാഗ് ചെയ്യുന്നതിന് പകരമുള്ള ഓപ്ഷൻസ് ആണ് ഇതിൽ വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പ് ഡൗൺ സീരീസ് ജസ്റ്റിഫൈ എന്നെല്ലാം വന്നിട്ട് പിന്നെ അല്ല ലാബിന്ന് ചെയ്യാം സമയങ്ങളെ. ഇനി ക്ലിയർ ഫോർമാറ്റ്സ്, ക്ലിയർ കണ്ട് നമ്മൾ ക്ലിയർ പറയുന്നില്ല, ക്ലിയർ ഓൾ എന്ന് പറഞ്ഞാൽ എല്ലാം ക്ലിയർ ചെയ്ത് വരും. അപ്പൊ ആ ഫോർമാറ്റിംഗ് അടക്കം ക്ലിയർ ചെയ്യും. ഇനി ക്ലിയർ ഫോർമാറ്റ്സ് മാത്രം ക്ലിയറിൽ എന്തെല്ലാം ഓപ്ഷൻ വരുന്നുണ്ട്? ക്ലിയർ ഫോർമാറ്റ്സ് പറഞ്ഞെങ്കിൽ ഫോർമാറ്റ്സ് മാത്രം ക്ലിയർ ചെയ്യും, ആ ബാക്ക്ഗ്രൗണ്ട് കളർ മാത്രം പോയി. ക്ലിയർ ഓൾ കൊടുത്താൽ എല്ലാം പോവും. പിന്നെ ക്ലിയറിൽ കണ്ടൻസ് മാത്രം പോകണമെങ്കിൽ ഇപ്പൊ ഇതിന്റെ കണ്ടൻസ് മാത്രം ക്ലിയർ ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്യാം, ക്ലിയറിൽ കണ്ടൻസ് മാത്രം കൊടുക്കും. കണ്ടുപിടിച്ചാണ്. ദെൻ കമന്റ്സും ഹൈപ്പർ ലിങ്കും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുന്നു എന്നാണ്. അപ്പൊ ഇത് നമ്മൾ ചെയ്യുന്നില്ലല്ലോ. ക്ലിയറും കമന്റ്സ് ഒന്നും ഇൻസേർട്ട് ചെയ്തിട്ടില്ല. കമന്റ്സ് എല്ലാം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യും, ഹൈപ്പർ ലിങ്ക്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യും. ഇനി സോർട്ട് ആൻഡ് ഫിൽട്ടർ. സോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിപ്പോ അസെൻഡിങ് ഓർഡറിൽ ഉണ്ട് അല്ല, ഈ പേര് അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യണം. സെലക്ട് ചെയ്യുക, സോർട്ട് ആൻഡ് ഫിൽട്ടർ എടുക്കുക, A to Z. എ മുതൽ അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക, സോർട്ട് ആൻഡ് ഫിൽട്ടർ എടുക്കണ്ടു. ഇനി ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക, സോർട്ട് ആൻഡ് ഫിൽട്ടർ ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട്. അപ്പൊ അതിന് കണക്കായിട്ട് റോൾ നമ്പർ സോർട്ട് ചെയ്ത് വരും. അതും നെയിമിന്റെ ബേസിൽ സോർട്ട് ചെയ്യേണ്ടത് കൊണ്ട് ഞാൻ നെയിമിന്റെ ബേസിൽ കൊടുത്തു. ഇപ്പൊ റോൾ നമ്പറിന്റെ ബേസിൽ സോർട്ട് ചെയ്യണമെങ്കിൽ ഈ കോളം സെലക്ട് ചെയ്യാം, സോർട്ട് ആൻഡ് ഫിൽട്ടർ സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്. അപ്പൊ പേര് അതിന് കണക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരും. ഓക്കെ, അത് ഓരോ കോളം ബേസിൽ നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റും. അതാണ് സോർട്ട് ആൻഡ് കസ്റ്റം സോർട്ട് എന്ന് വെച്ചാല് സെലക്ഷൻ. നമുക്ക് വാല്യൂ ഇന്ന കോളം റോൾ നമ്പറിന്റെ ബേസിൽ, നെയിമിന്റെ ബേസിലാണെങ്കിൽ ഏതിന്റെ ബേസിൽ, മാർക്കിന്റെ ബേസിലാണെങ്കിൽ ഏത് ബേസിൽ വേണമെങ്കിലും നമുക്ക് സോർട്ട് ചെയ്തിടാം. അപ്പൊ ഒരു സെല്ലിൽ തന്നെ ഒന്ന് മാർക്കിന്റെ വർക്ക് ഷീറ്റിന്റെ മാർക്കിന്റെ ബേസിൽ സോർട്ട് ചെയ്തിട്ട് വേറൊരു ഷീറ്റിൽ ഇടുക, നെയിമിന്റെ ബേസിൽ സോർട്ട് ചെയ്തിട്ട് വേറൊരു ഷീറ്റിൽ ഇടുക, അങ്ങനെയെല്ലാം ചെയ്യണമെങ്കിൽ. ഇപ്പം ഗ്രേറ്റസ്റ്റ് മാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്കിന്റെ ബേസിൽ സോർട്ട് ചെയ്തിടണം അല്ലെ. പിന്നെ റോൾ നമ്പറിന്റെ ബേസിലാണ് കിട്ടുന്നത്, റോൾ നമ്പറിന്റെ ബേസിൽ സോർട്ട് ചെയ്തിടുക. നെയിം ആണെങ്കിൽ നെയിം, അത് നമുക്ക് ഇതിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്ന പറയുന്നത് സോർട്ടിങ്സ്. ഇനി സോർട്ട് ആൻഡ് ഫിൽട്ടർ. ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആകുമ്പോൾ ഇതുപോലെ ഒരു സാധനം വരും. ഫിൽട്ടർ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പൊ നമുക്ക് ഇതില് സെലക്ട് ഓൾ കൊടുത്തതുകൊണ്ട് അതല്ല, നമുക്കിപ്പോ എല്ലാ ഡാറ്റയൊന്നും വേണ്ട. നമുക്കിപ്പം ഇത് 2-4 ഡാറ്റ വേണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ക്ലിക്ക് ചെയ്തെടുത്താൽ മതി. അപ്പൊ ആ ഡാറ്റ മാത്രം കിട്ടും. അതാണ് സോർട്ട് ആൻഡ് ഫിൽട്ടർ ചെയ്യാന്ന് പറയാം. നമുക്ക് ആവശ്യമുള്ള ഡാറ്റ മാത്രം ഓൾ സെലക്ട് ഓൾ കൊടുത്താൽ എല്ലാം വരും. ഇതിലാണ് സെലക്ട്, ഇവിടുന്ന് സെലക്ട് ഓൾ കൊടുത്താൽ എന്ത് ചെയ്യും, എല്ലാം വരും. അപ്പൊ ഫിൽട്ടർ എടുക്കുമ്പോൾ എക്സ്ട്രാ ഒരു എന്ത് വരും, ഒരു സ്ക്രോൾ ഡൗൺ ലിസ്റ്റ് പോലത്തെ വരും. അതിൽ നിന്ന് ആവശ്യമുള്ള ഡാറ്റ മാത്രം ചെയ്യണമെങ്കിൽ ഇപ്പൊ ഇത്രയും ആൾക്കാർന്ന് മാത്രം എടുക്കണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ളവരെല്ലാം ടിക്ക് കളയാം, എന്നിട്ട് ഓക്കെ അടിക്കുക. അപ്പൊ ഇത്രയും ഡാറ്റ കിട്ടി. ഇപ്പൊ ഇത് വേണമെങ്കിൽ ഇത്രയാണ് ഡീറ്റെയിൽസ് നമുക്ക് വേണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്തിട്ടാ പോരെ, താഴെ എവിടെയെങ്കിലും അടുത്ത ഷീറ്റിൽ വേണമെങ്കിൽ ഇടാം. ഒന്നും കൂടി എടുക്കാം. ഇപ്പൊ ഈ റോൾ നമ്പർ ബേസിലാണ് ഫിൽട്ടർ ചെയ്യാൻ പോകുന്നത്. റോൾ നമ്പർ ഇപ്പൊ എനിക്ക് ഇത്രയും റോൾ നമ്പർ ആയതൊന്നും വേണ്ട ഡീറ്റെയിൽസ്. അപ്പൊ ആ ടിക്കെല്ലാം കളയാം, ഓക്കെ അടിക്കും. അപ്പൊ അത് മാത്രം കിട്ടും. ഇത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സാധനം മാത്രം റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്തിട്ട് വേറെ ഷീറ്റിൽ ഇടാം. അതായത് ഡാറ്റ ഫിൽട്ടർ ചെയ്തെടുക്കുക. ഇതാണ് സോർട്ട് ആൻഡ് ഫിൽട്ടർ. ഒറിജിനൽ ഇപ്പൊ ഇതിനെ ഫുള്ള് കാണണമെങ്കിൽ എന്ത് ചെയ്യണം, ഇത് ഡാറ്റ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ഓൾ കൊടുത്ത് അതിലുള്ളതെല്ലാം വരും. അതാണ് സോർട്ട് ആൻഡ് ഫിൽട്ടർ. അപ്പൊ ഇത്രയും ഓപ്ഷൻസ്. പിന്നെ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഏതിൽ വരുന്നതാണ്, അതന്നെ ഫൈൻഡ് ചെയ്യുക. ഇന്ന വേർഡ് നമ്മളെ വേർഡിൽ വരുന്ന ഫൈൻഡ് ആൻഡ് റീപ്ലേസ്, ഫൈൻഡ് വാട്ട്. ഇപ്പൊ എന്നാ ഫൈൻഡ് ചെയ്യുക, സെലക്ട് ചെയ്യണേ. ചെയ്യുന്നതിന് മുന്നേ വേർഡിലെ പോലെ അല്ല, ഇത് സെലക്ട് ചെയ്യുക, ഫൈൻഡ് വാട്ട്. ഫിൽട്ടർ ഉള്ളതുകൊണ്ടാണ്. ഫിൽട്ടർ തന്നെ ക്ലിക്ക് ചെയ്താൽ ഫിൽട്ടർ പോവേ, മൊത്തം ഫിൽട്ടർ പോയി. ഇതിൽ എന്തെങ്കിലും ഫൈൻഡ് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്യാം, ഫൈൻഡ് ഫൈൻഡ് വാട്ട് മഞ്ജു എന്നുള്ളത് സെലക്ട് ചെയ്യണം. മഞ്ജു സെലക്ട് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്തിട്ട് ദീന എന്തെങ്കിലും ആക്കണം. ഫൈൻഡ് റീപ്ലേസ് തൊട്ട് മഞ്ജു ഇല്ലേ, MA ആണല്ലേ, MANJ.
ആർക്കാരില്ല നോക്കാം. ഫൈൻഡ് വാട്ട് ആ ഫൈൻഡ് നെക്സ്റ്റ് പിന്നെ റീപ്ലേസ് ചെയ്യണമെങ്കിൽ റീപ്ലേസ് ചെയ്യാം. റീപ്ലേസ് പേര് മാറ്റി അത്രയേ ഉള്ളൂ. ഫൈൻഡ് ആൻഡ് റീപ്ലേസ് വേർഡ് ചെയ്യുന്ന അതേ ഓപ്ഷൻ. അപ്പൊ എക്സലിന്റെ മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ ഈ മെനു മാത്രം ഞാൻ പറഞ്ഞു. ഇത്രയും ബേസിക് കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഹോം മെനു മാത്രം പറഞ്ഞത്. ക്ലിപ്പ് ബോർഡ്, ഫോണ്ട്, അലൈൻമെന്റ്, നമ്പർ ഫോർമാറ്റിംഗ്, കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, സെല്ലിന്റെ ഫോർമാറ്റിംഗ്, എഡിറ്റിംഗ്, ഇത്രയാണ് എക്സലിന്റെ ബേസിക് കാര്യങ്ങൾ പറഞ്ഞത്. പിന്നെ ഷീറ്റ് അല്ലെ, ഡീഫോൾട്ട് ആയിട്ട് 3 ഷീറ്റ് ഉണ്ടാവും. അപ്പൊ ഇന്ന് ഇത്ര മതിയല്ലോ, ഒരുപാട് പറഞ്ഞു ഒന്നും തിരിയാണ്ടാവും. ഓക്കെ, അപ്പൊ എക്സലിന്റെ ബേസിക് കാര്യങ്ങൾ മാത്രം പറഞ്ഞു. ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇതിന്റെ നോട്ട്സ് ഇട്ടില്ല, സിമ്പിൾ ആയിട്ടൊന്ന് ആക്കാം. ഓക്കെ.